ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മുടെ അടുത്ത ദിവസം തുടങ്ങിയിരിക്കുകയാണ് വണ്ടി തപ്പ് ടുഡേ വണ്ടി തപ്പ്. യെസ്, നമ്മുടെ വണ്ടി സ്റ്റഡി വാ ഭയ്യ. പുള്ളിയാണ് ഞങ്ങളുടെ കണി കേട്ടോ. പുള്ളിയുടെ കണി അത്ര ശരിയാകുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി തുടങ്ങാൻ പോവുകയാണ്. ഇന്ന് നമുക്ക് അപ്പോയിൻമെൻ്റ് എല്ലാം 12 മണിക്ക് ശേഷമാണ് അപ്പോയിൻമെൻറ്റുകൾ. അപ്പോൾ ആ അപ്പോയിൻമെൻറ്റിന് ശേഷമാണ് നമുക്ക് കാര്യങ്ങളും കൈകാര്യങ്ങളും നടത്താൻ പറ്റത്തുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്നാ ചെയ്യേണ്ടത്? ഒരു മിനിറ്റ്, ഗോ ടു അപ്പുറം. ആദ്യം ആദ്യം പഠിക്കേണ്ട കാര്യം ഞാൻ എന്നെ പറഞ്ഞു, നീ അപ്പുറം ഇരുന്നാലും നിന്നെ കിട്ടത്തുള്ളൂ. അല്ലെ നീ വെറുതെ കഥാപ്രസംഗം നീ ചുമലിന്റെ മറവിരുന്ന് പറയുന്ന പോലെ ആയിപ്പോ. അതായത് ഇന്നത്തെ പരിപാടി നമ്മൾ തുടങ്ങാൻ പോവാണ്. നേരെ ഓഫീസ്, അതിനുശേഷം ബാക്കി പരിപാടി. ഈ കാണുന്ന ടാക്സികളൊന്നും ജീവിതത്തിൽ ഇങ്ങനെ നിൽക്കുന്നതല്ല. ഈ കണാരൻ എന്തോ ഫോൺ വന്നിട്ട് നിർത്തുന്നില്ല. ഈ കണാരൻ ഫോൺ നിർത്തിയതിന് ശേഷം നമുക്ക് തുടരാം. നല്ല രീതിയിലുള്ള നല്ല ബ്ലോക്ക്. എന്തൊരു ബ്ലോക്കാന്ന് നോക്കി. ഇന്ന് സാധാ ദിവസം പോലെ അല്ല കേട്ടോ, ഇന്ന് ഭയങ്കര ബ്ലോക്കാ. ഇന്നെടാ തിരക്ക് കൂടിയോ? ഇന്നെന്നാ ദിവസം ചേട്ടാ ഡേറ്റ്? ഇന്ന് ഡേറ്റ് ഇന്ന് 19 അല്ലേ? 19 ആയിട്ടാണ് ഇത്രയും ബ്ലോക്ക് ഇന്ന് വന്നത്. അതെ, 19 ആയതുകൊണ്ട് നിങ്ങൾ ഇത്ര ബ്ലോക്ക് ഇല്ലായിരുന്നില്ല. 18 നമ്മൾ ഇറങ്ങിയില്ലായിരുന്നോ? 9 ആയിരുന്നു ഇത്ര ബ്ലോക്ക് വരൂല ചേട്ടാ. 11:15. സുഹൃത്തുക്കളെ, ഇന്നലെ ഞങ്ങളോട് കിടക്കാൻ നേരത്ത് പറഞ്ഞത് 9 മണിക്ക് നമുക്ക് റെഡി ആവണം, 10 മണിക്ക് നമുക്കൊരു വണ്ടി കാണാണ്ടെന്ന്. പക്ഷെ വേറൊരു കുഴപ്പമുണ്ട്. 9 മണിക്ക് റെഡി ആവാൻ പറഞ്ഞിട്ട് 7 മണിയായപ്പോ അഭിരാമി അലാം വെച്ച പോലെ ഫോൺ വിളിച്ചു പോയി. പിന്നെ അലാം ഓഫ് ചെയ്തിട്ട് കിടന്നു. വീട്ടിൽ ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നു ഞങ്ങളെ വിളിക്കണം, എണീപ്പിക്കണം. അതെ, അതുകൊണ്ട് ഞങ്ങളെ വിളിച്ച് എണീപ്പിച്ചു. അപ്പൊ ഞങ്ങള് പുള്ളിനെ വിളിച്ചു. പക്ഷെ വിചാരിച്ച പോലെ ഇറങ്ങാൻ പറ്റില്ല. ഇന്ന് സമയത്തിലെ 11 മണി. ഇന്നും ഇന്നലെ 12 ആയിരുന്നു. ഇന്ന് 1 മണിക്കൂർ മുന്നേ ഉച്ച കഴിഞ്ഞിട്ട് ഉച്ച മുതൽ വണ്ടി കാണാൻ വിളിച്ചവൻ 1 മണിക്ക് വരാനാ പറഞ്ഞത്. അപ്പോയിന്റ്മെന്റ് കിട്ടത്തില്ല കേട്ടോ, അതാണ് ഏറ്റവും വലിയ വിഷയം. ഗൈസ്, നിങ്ങൾ വിചാരിക്കുന്നത് പെട്ടെന്ന് വണ്ടി കിട്ടില്ല. പിന്നെ 2-3 പുണ്ടകളുടെ കമന്റ് ഞാൻ കണ്ടു. അതായത് ഞാൻ ഇവിടുത്തെ കച്ചവടക്കാരെ വിളിപ്പിക്കാൻ വന്നത്. ഗൈസ്, ഇദ്ദേഹം കൂട്ടുകാരനല്ല. ഞങ്ങളിവിടെ മറ്റ് കച്ചവടക്കാരായിട്ട് ആരുമായിട്ട് ബന്ധങ്ങളോ സംഭവങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോയിൽ ആരുടെയും പിന്നെ ഷോറൂമിൽ ചെല്ലുന്നോ അവരുടെ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ എന്നാ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വണ്ടി എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ഇതേപോലെ ഇങ്ങനെ കറങ്ങി. സത്യമുണ്ട്, വണ്ടിക്ക് വില കൂടുതലാണ്. നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, വണ്ടി കിട്ടാനില്ല. ഇവിടെയുള്ള കച്ചവടക്കാരെല്ലാം ഔട്ടർ ഡൽഹി പോയിട്ടാണ് വണ്ടി എടുക്കുന്നത്. അത് ഇവിടെ വണ്ടി കിട്ടാനില്ല, വണ്ടി കുറവാണ്. അതൊരു യാഥാർത്ഥ്യം പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഇവിടെ വില കൂടുതലാന്നുള്ളത് നമ്മൾ പറയേണ്ട കാര്യമില്ല. നമ്മുടെ കണ്ണാടി പോയി വണ്ടി എടുത്തില്ലേ, അതുപോലെ അതാ പറഞ്ഞേ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സത്യമാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഇവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം. ഞാനത് നിങ്ങളോട് പറഞ്ഞു. 2-3 പേരെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടുത്തെ കച്ചവടക്കാരെ വിളിപ്പിക്കാന്ന്. എനിക്കിവിടെ ആരും പൈസയും തന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ കാശിന് ഹോട്ടലെടുത്ത് എൻ്റെ കാശിന് ഞാനിവിടെ നിൽക്കുന്നു. ഞങ്ങളിവിടെ വണ്ടി തപ്പുന്നു. ആ വണ്ടി കിട്ടാൻ വേണ്ടി ഞങ്ങളിപ്പം എത്ര ദിവസം എത്തുമ്പി? 3 ആയതേ ഉള്ളൂ. അതാണ് അവൻ 6000 എന്ന് പറഞ്ഞേ. 6000 നോക്കൂ. വേറെ കാര്യമുണ്ട്. പണ്ടൊക്കെ ഇവിടെ 5000 രൂപയ്ക്ക് നമുക്ക് മറ്റേ ഫോർച്യൂണർ കിട്ടുമായിരുന്നു. 5000-നോ? അല്ല, 5 ലക്ഷത്തിനും 6 ലക്ഷത്തിനും. 13, 14 അല്ല 12, 13. മാനുവൽ 4x4. മാനുവൽ 4x4. മോഡൽ എത്ര? 11, 10. ഒച്ചത്തി പറഞ്ഞ തുമ്പി. അന്നപ്പോ ആ വണ്ടിക്കൊക്കെ ഇവിടെ ചോദിക്കുന്നപ്പോ 7 രൂപയുടെ മേലോട്ട്, 7 to 8. മാർക്കറ്റ് ഒന്ന് എന്തോ സംഭവിച്ചു പോയി. മാരുതിയുടെ വണ്ടിക്ക് ഇതിൽ ഒരാ തട്ട് മുട്ട് ഡെന്റിങ് ഇത് കോമൺ ആട്ടോ. ഇവര് പേഴ്സണൽ ഉപയോഗം, അതായത് ഈ എന്താ പറയാ, ഇവരുടെ ഉള്ളിലെ ഉപയോഗങ്ങൾക്ക് മാരുതിയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറ്. അപ്പൊ ഇവര് ഏറ്റവും കൂടുതൽ മാരുതിയിലായിരിക്കും തട്ടും മുട്ടൊക്കെ ഉണ്ടാവുക. ഇന്നത്തെ അങ്കത്തട്ടിന് അങ്ങനെ ഞാനും ലിബിനും ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ സ്ഥിരം കഴിക്കുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. വണ്ടിയുടെ ഫോട്ടോ. അപ്പൊ അങ്ങനെയായിട്ട് നമ്മളിപ്പോ നേരെ പോവുകയാണ്. എത്ര മണിക്കാണ് എങ്ങനെയാണ് വണ്ടി കാണുന്നതെന്നൊന്നും ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. മിസ്റ്റർ തുമ്പി, നമ്മൾ എത്ര മണിക്കാ പോകുന്നത്, എങ്ങനെയാ കാണുന്നത് വല്ല അറിയാവോ? 1 മണിക്കൂർ ഔട്ട്സ്കേർട്സിൽ പോയി വണ്ടി എടുത്തുള്ള അനുഭവം എങ്ങനെയാണ് തുമ്പി? വളരെ മോശം. വളരെ മോശം. പെട്ടുപോകും. പുഷ് സ്റ്റാർട്ടുള്ള വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഞാൻ മറ്റേ കണ്ണാടി വെച്ച ഒരാളെ പരിചയപ്പെടുത്തിയില്ലേ, അവൻ ഒരു എക്സ്ക്രോസ് എടുത്തിട്ട് അതിന് GPS വെച്ചിട്ട് ഇവൻ ഹോട്ടലിൽ പോയി രാത്രി ഫ്രഷ് ആവാൻ കയറിയതാ. സെക്കൻഡ് ജാബ് വെച്ച് വണ്ടി അടിച്ചോണ്ട് പോയി. എത്ര മാസം കഴിഞ്ഞ? 4 മാസം കഴിഞ്ഞാൽ വണ്ടി കിട്ടിയത്. കേസ് ഇപ്പൊ കഴിഞ്ഞ ഒരു 4 മാസം മുമ്പ് കേസ് കയറുന്നത്. 1 വർഷം നടന്നു. കാശൂർ നോക്കി പോയതാ. അറിയത്തില്ലാത്തവരും പോയി വണ്ടി നമ്മൾ പോയിട്ട് ഒരു വീട്ടിൽ പോയിട്ട് എടുക്കല്ലേ, ഒരു സ്ഥലത്ത് എങ്ങനെയുണ്ട് നമുക്ക്. പോലീസുകാർ പൈസ കുറെ കൊണ്ടുപോയി. ഓരോ പ്രാവശ്യം കേസ് വിളിക്കില്ലേ, അതിനവൻ ടിക്കറ്റ് എടുത്ത് അവിടെ നിന്ന് ഇവിടെ വന്ന്
ലാസ്റ്റ് കേസ് ഇല്ലാന്ന് എഴുതി കൊടുത്തിട്ട് സെറ്റിൽ ചെയ്ത് വിടുമായിരുന്നു. അറിയില്ലാത്ത പണി ചെയ്യുമ്പം അറിയുന്ന ആളെ കൂട്ടി പണി ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നല്ല അടി മേടിക്കേണ്ടി വരും. പിന്നെ കാശ് പോകുന്നതിന് കയ്യും കണക്കുണ്ടാവില്ല. ആദ്യം ഇവിടുന്ന് വലിയ കുഴപ്പമില്ല. വാ ഇങ്ങോട്ട് വാ. ബാക്കി എല്ലായിടത്തും വിഷയം കേട്ടോ. രാവിലെ ഒരു ലസ്സി കുടിക്കണം, പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം. ഇത് ചോള ഭട്ടൂര കിട്ടുന്നൊരു സ്ഥലമാണ്. ചോള ഭട്ടൂര ഏറ്റവും കൂടുതൽ ചോള ഭട്ടൂര ഇവിടുന്ന് കഴിക്കുന്നത്. എവിടെ ഭട്ടൂര് വേണോ? എനിക്ക് ഭട്ടൂര് വേണ്ട. ലിവിൻ ചാവൽ കഴിക്കാൻ പോയിട്ടോ, ചിക്കൻ ചാവൽ. ഞാൻ ഈ തൊട്ടിപ്പുറത്തെ ഈ ഒരു ബിരിയാണി അടിക്കാൻ തീരുമാനിച്ചു. എടാ ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഫുഡ് കിട്ടും, നല്ല ഫുഡാണ് അല്ലേ? വലിയ കുഴപ്പമില്ലാത്ത ഫുഡാന്ന് തോന്നുന്നു. ബിരിയാണി കിട്ടിയാ? ആയിട്ടില്ല, മണം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ആരും ഉണ്ട്. ഇത് കണ്ടോ, ഇവിടെ ചായയും റൊട്ടിയും വിൽക്കുന്ന ഒരു കടക്കാരനെ കണ്ടോ? എന്തൊക്കെ രീതിയിലല്ലേ ജനം ജീവിക്കുന്നത്. ലിബിന് ചിക്കൻ ചാവൽ കിട്ടിയ കേട്ടാ. എന്തൊക്കെയോ ഉണ്ട് അതിൻ്റെ കൂടുതൽ. ദാല്, ആലു ഗോബി, ചിക്കൻ, ചട്നി, ഉള്ളി, പിന്നെ ലെമൺ. ചീരയാണോ അത്? എന്തോ ഒരു പച്ചക്കറി പോലത്തെ സാധനം കേട്ടോ. ഞാൻ ഈ കുളിമുറി പോലത്തെ ഈ സാധനം നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഈ കുളിമുറിയുടെ ഈ കവചം തുറന്നാലേ നമുക്ക് വല്ലതും കിട്ടത്തുള്ളൂ. തുമ്പിയാണ് അതിൻ്റെ ഇടയ്ക്ക് എവിടെ പോകുന്നത്? അതെ, ആള് വന്നു തുടങ്ങി. തുമ്പി ബാ മോനെ, എന്താ കുണ്ടിയിൽ ഉറുമ്പ് കടിച്ചോ? ഇങ്ങനെ നിൽക്കാൻ ഇങ്ങനെ ഓടിക്കോ നീ? ഫൈനിന്റെ കാര്യം ചോദിച്ചോണ്ടിരിക്കുക. വണ്ടിയുടെ. തുമ്പി കള്ള എൻ്റെ ഒരു 2 രൂപ എടുക്കുവല്ലേ? കൊള്ളാമടാ. ഞാൻ 2ാമത് റിവ്യൂ വയ്ക്കാൻ വേണ്ടി വന്നാക്കുവാ. ഞാൻ പോവാ. ഇദ്ദേഹത്തിൻ്റെ ബിരിയാണി കഴിക്കണം. അപ്പോൾ അതാണ് എൻ്റെ ലക്ഷ്യം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ബിരിയാണി ആയിട്ടില്ല. അഭി റെഡിയായേക്കാം, അഭി റെഡിയായേക്കാം. ഇപ്പോൾ ഹണ്ടിയാട്ടോ ഇവിടെ എല്ലാം കുടത്തിൻ്റെ അകത്ത് തൂക്കി വരുന്ന പരിപാടി ഇവിടെ മൊത്തം. ഇതെല്ലാം കഴിച്ചിട്ടാണ് ഇന്ന് വണ്ടി കാണുന്നത്. ഇന്നൊരു 3 or 4 വണ്ടി കാണണം. തുമ്പി ഇന്നൊരു വണ്ടി എടുക്കുവാ എന്ന് പറയുന്നത്. അവിടെ കാലുമൊക്കെ അല്ലേ അമ്പലം. ഇവിടെ എല്ലാം നമ്മൾ ശ്രദ്ധിച്ചു വേണം എല്ലാ കാര്യം ചെയ്യാൻ വേണ്ടി. ഇവിടെ എല്ലാം ഫുള്ള് അമ്പലവും അതുപോലെ എല്ലാ പ്രതിഷ്ഠകളും കുറേ സംഭവങ്ങളുണ്ടാവും. എല്ലാം ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാൻ വേണ്ടി. ഇവിടെ ഒരു മോര് നിനക്ക് ഞാൻ മേടിച്ചു തരണം. നീ അത് കൂട്ടി കഴിച്ചാൽ മതി. നിനക്ക് ഞാൻ മോര് മേടിച്ചു തരണം. തൈര് ഇവന്റെ അടുത്തുണ്ടാവും. തൈര് ചോദിക്കുക. ഇല്ല ഇല്ല ഇവന്റെ അടുത്തില്ല. ഇല്ല ഇവിടെ എന്തുവാണ് ചെറുക്കൻ ചോദിച്ചു? ചെറുക്കൻ്റെ ആഗ്രഹമല്ലേ? നമ്മളൊന്നും വിളിച്ചില്ല. അതെ, ഇവിടെ ചോള ഭട്ടൂര, അതിൻ്റെ അപ്പുറത്ത് ലസ്സി, അതിൻ്റെ അപ്പുറത്താണ് 2 ലക്ഷം രൂപയുടെ കച്ചവടം ഒരു ദിവസമല്ലേ തുമ്പി? കുറഞ്ഞത് അത്രയൊക്കെ എടുക്കും കേട്ടോ. നമുക്കേ ലിബിനൊരു ദൈയും കൂടെ മേടിച്ചു കൊടുത്താൽ, ലിബിനൊരു ദൈ മേടിച്ചു കൊടുക്കാം. നമ്മുടെ കട തുറന്നു. ഇവിടെ നമ്മുടെ കുളിമുറി തുറന്നു. നമ്മുടെ കുളിമുറി തുറക്കുവാണ് ഗൈസ്. ഈ കുളിമുറി തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ബിരിയാണി കിട്ടും. അപ്പം അതുകൊണ്ട് 250 ഗ്രാമിന് 60 രൂപ. ക്വാർട്ടറിന് 250 ഗ്രാമിന് 60 രൂപ, 40 രൂപ. 250 ഗ്രാമിന് 40 രൂപ ഉള്ളൂ. അതായത് ക്വാർട്ടറിന് ബിരിയാണിക്കുള്ളൂ കേട്ടോ. ഭയങ്കര ജീപ്പാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുമോ? ഇത് ഫുള്ള് മൊമോയാണ് കേട്ടോ. നമുക്കേ ഇതിന് ദഹി മേടിച്ചു കൊടുക്കാം. 50 രൂപയ്ക്ക് പ്ലെയിൻ ദഹി. അതാണ് നമ്മുടെ ചോദ്യം. ഇവിടുന്ന് കേട്ടോ നമ്മൾ സ്ഥിരം ദഹി കഴിക്കുന്നത്. ഇതെന്തോ ഇവനോട് എന്തൊക്കെ ഉണ്ടാക്കുക, ലോക്കൽ ഫുഡാണെന്ന് തോന്നുന്നു. എന്തോ റൊട്ടിയോ പരിപാടിയോ സംഭവം എന്തൊക്കെയാണ് കേട്ടോ. ശ്രദ്ധിക്കണം ഗൈസ്, ഇല്ലെങ്കിൽ ഊട് പാട് പോവും, ലൂസ് മോഷൻ കൊണ്ട് ചാവും. അപ്പോൾ നല്ല സാധനം നോക്കി മേടിച്ച് വേണം കഴിക്കാൻ വേണ്ടി. ചേട്ടാ ഒരു വിചിത്രം കേട്ടോ. സാധാരണ നമ്മൾ ഈ മസാലകളെല്ലാം മൂപ്പിച്ചിട്ട് ഇടാറ്. ഇവര് നേരെ തലതിരിഞ്ഞ എല്ലാം വെന്ത് കഴിഞ്ഞാണ് മസാല ഇടാറ്. എനിക്ക് പിടുത്തമുണ്ട്. അപ്പം എങ്ങനെ അതിൻ്റെ ഒരു രുചി വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവമില്ല. കാല നമുക്ക് തന്നെ സാധനം തന്നെ അത് എന്തോ പൂരിയുടെ കൂടുതലുള്ള പോലത്തെ എന്തോ സാധനം കേട്ടോ. ആലുവേ ഭയ്യ ചോള കടല വലിയ കടല കേട്ടോ. എന്തോ ഒരു ഉപ്പ ഇടുന്നേ. ഇതിനെന്തോ ചത്തു ഉറപ്പാ. വേണ്ട പോട്ടെ. 50 രൂപയുടെ സാധനം കേട്ടോ. എൻ്റെ അമ്മോ, ഐസ്ക്രീം പോലെയാ. 50 രൂപയ്ക്കാണ് എനിക്ക് ഇത്ര സാധനം ഉണ്ട്. എന്നെ ചിരിച്ചു തുമ്പി. 50 രൂപ സാധനം താൻ കണ്ടോ? 50 രൂപ ഐസ്ക്രീം പോലെ തന്നേക്കുക. കഴിഞ്ഞാണോ എൻ്റെ ചോറ്? ഇല്ല. എന്നാ മുണുന്ന് താങ്കോ. 50 രൂപ എത്ര ഇതിന്? ഇയാളൊന്ന് തുറന്നായിരുന്നു വല്ലതും കഴിച്ചിട്ടെങ്കിലും പോകായിരുന്നു. ഗൈസ് ഇതേ ഇവിടെ നമ്മുടെ കുടം വെച്ചിട്ടുണ്ട്. ഇതേ കുടം. ഈ കുടത്തിൻ്റെ അകത്തു നിന്നാണ് നമുക്ക് ബിരിയാണി തരേണ്ടത്. തുമ്പിക്ക് വേണ്ടത് കുറുമയും വിത്ത് മറ്റേ ഇതുമാണ്. നമ്മുടെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മീനൊക്കെ തൂക്കുന്ന പോലത്തെ ബുദ്ധുണ്ടാവും, മറ്റേ വെയിറ്റ് തൂക്കുന്ന സാധനം. അതിൻ്റെ അതാണ് നമുക്ക് തൂക്കി തരാം. പകുതി തരാം. നീ കഴിച്ചു, നീ ആഗ്രഹിച്ച് മേടിച്ചല്ലേ, നീ കഴിച്ചോടാ. നോക്കിയേ എത്ര ഷോപ്പുകളാന്ന് നോക്കിയേ, എന്തൊക്കെ സംഭവം. ഇത് നേപ്പാളി കടയാടാ.
നേപ്പാളിയാ കറക്റ്റാ ചിക്കൻ കറി നേപ്പാളിയാ ആണോ? ആ നമുക്കിനിത് കിട്ടിക്കഴിഞ്ഞാൽ കഴിക്കാമായിരുന്നു, ഇന്നത്തെ പണി തുടങ്ങാമായിരുന്നു. തവി, അത് 1.5 തവി കേട്ടോ. എന്നാ വെയിറ്റാന്നറിയും തവിക്ക് നോക്കി. ഓ നല്ല കിട്ടുന്നത്. ഇതിൻ്റെ അകത്താണ് ഇവർ തൂക്കിയെടുക്കുന്നത്. നല്ല 1 തരം തവി. കടയുടെ ഉള്ളൊന്നും നോക്കരുത്, വലിയ വൃത്തിയൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ വേറെ എങ്ങോട്ട് ഓഫീസിലേക്ക് കയറി പോകുന്ന സ്റ്റെപ്പൊക്കെയാണ്. മോനെ ആവി പറക്കുന്നുണ്ടോ? അമ്പടാ. തുമ്പിക്ക് മസാല ഉള്ളതാണ്. അത് പറ ഞാൻ എനിക്ക് പറയാൻ അറിയത്തില്ല. പറയടോ. ആ ഇവിടെ എൻ്റെ പൈസ കൊടുത്തിട്ട് പോവോ? അതിനാ പൈസ കൊടുക്കും. നിന്റെ ബാഗിലുണ്ട്, നീ അതൊന്ന് എടുത്ത് കൊടുക്കുക. ആ ശരി. അതായത് ഇതൊക്കെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം, എന്നാലേ കിട്ടത്തുള്ളൂ. നമ്മൾ പറയുന്ന പോലെ ഒന്നും തരത്തില്ല കേട്ടോ. അല്ല ആഹാ സാധനം കിട്ടി. ഇതാണ് നമ്മുടെ ബിരിയാണി. ഇവിടുത്തെ ലോക്കൽ ബിരിയാണി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് ഹൈദരാബാദി അല്ല. ഹൈദരാബാദി അല്ല. ഇപ്പം തരാന്ന്. തുമ്പി എന്താ തുമ്പി മസാല കുറവ് ഇതാണോ? അല്ലെന്ന് തോന്നുന്നു അല്ലേ? ഗൈസ് അപ്പം ഇതിനും കഴിക്കട്ടെ. കഴിച്ചിട്ട് വേണം ഇന്നത്തെ പരിപാടി സംഭവം തുടങ്ങാൻ വേണ്ടി. അപ്പം അങ്ങനെയാണ് സുഹൃത്തുക്കളെ ഇന്നത്തെ പരിപാടി നമ്മൾ തുടങ്ങുന്നത്. കുഴപ്പമില്ലാത്ത എരിവും പുളിയും അങ്ങനെയെല്ലാം ഉള്ളൊരു ഒരു ബിരിയാണി. എന്നാലും പിന്നെ ഇച്ചിരി കഴിച്ചു. ആയിക്കോട്ടെ, ഞാൻ ചോറ് വെച്ചു. മുമ്പില്ലേ മുമ്പേ ചില വ്യക്തികൾ നമ്മുടെ വീടിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഭയങ്കര അഹങ്കാരമാണ്. ഗൈസ് നോക്കൂ, അതായത് ഞങ്ങളടുത്ത് സംസാരിക്കാൻ പറയാം, നിങ്ങളുടെ രീതികൾ ശരിയല്ല, നിങ്ങൾ കുറച്ചും കൂടെ പഠിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ, അല്ലാതെ നിങ്ങൾ പഠിച്ചിട്ട് വേണം പുറത്തോട്ട് പോകാൻ വേണ്ടി, ഇങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് ഞങ്ങൾ വലുതായിട്ട് മൈൻഡ് ചെയ്യാറില്ല. പിന്നെ ചില ആൾക്കാർ അവരുടെ പൊങ്ങച്ചം പറയാൻ വേണ്ടി ഞങ്ങളെ ബലിയാടാക്കും. അതൊന്നും ഞങ്ങൾ കേൾക്കാറില്ല. അങ്ങനെ ഞങ്ങൾ നമ്മൾ വീഡിയോ കാണുന്ന പോലെയല്ല, ഞങ്ങളങ്ങനെ ഓവർ സംസാരിക്കാറില്ല. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളെപ്പോഴും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് ഓരോ സംഭവങ്ങൾ പുറകെ ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ വണ്ടി സംബന്ധമായ കാര്യങ്ങളായതുകൊണ്ട് അതിൻ്റെ വട്ടും ഭ്രാന്തൊക്കെ പിടിച്ച് ഇങ്ങനെ നടക്കുമായിരിക്കും. അപ്പം ചില ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പൊങ്ങച്ചം കാണിക്കാനും അവർ ഇത് കാണിക്കാനും നമ്മളെ പരമാവധി ഉപയോഗിക്കാൻ നോക്കും. പിന്നെ അത് മാത്രമല്ല, എല്ലാവരും അവരവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ പല കാര്യത്തിനും ക്ഷണിക്കും. നമ്മൾ ഇതിനൊന്നും പോകാറൊന്നുമില്ല. ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കി വീട് ഫാമിലി ഇങ്ങനെയൊക്കെ ആയിട്ടാണ് ചെയ്യാറ്. അല്ലാതെ ഞങ്ങൾ അങ്ങനെ വേറെ പരിപാടിയൊന്നുമില്ല. അപ്പം ചില ആൾക്കാർക്ക് ഇതൊന്നും ഇഷ്ടപ്പെടത്തില്ല. ചില ആൾക്കാർ അവർ നമ്മളെ പഠിപ്പിക്കും. നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു വിഷനുണ്ട്, നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടേതായ രീതി ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ രീതി നമ്മൾ ജീവിക്കുമ്പം പെട്ടെന്ന് കുറേ ആൾക്കാർ അവരുടെ രീതി വെച്ച് ഞാൻ ആരും ഒന്നും നോക്കി പഠിക്കാറില്ല. നമ്മൾ നമ്മുടെ രീതിയിലാണ് പോകാറ്. കിട്ടിയാൽ മേടിക്കുക, അനുഭവിക്കുക എന്നുള്ളതല്ലാതെ നമ്മൾ ഇനിയിപ്പോൾ അവരോട് ചോദിച്ചു ഇവരോട് ചോദിച്ചു ഞാൻ ചിന്തിക്കുന്ന പോലെ വേറെ ആൾ ചിന്തിക്കണമെന്നില്ല, മറ്റൊരാൾ ചിന്തിക്കുന്ന പോലെ ഞാൻ ചിന്തിക്കണമെന്നില്ല. ആൾക്കാർ നമ്മളെ പഠിപ്പിക്കാണ്ട് വരാൻ നേരത്ത് നമ്മളത് കേട്ട് നിൽക്കാറില്ല. ഞങ്ങൾ ഉപകാരം ഉണ്ടെങ്കിൽ മാത്രമേ കേൾക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോകും. അപ്പോൾ അത് പ്രത്യേകം പറയണം. അപ്പോൾ ചിലർക്ക് അത് ഇഷ്ടപ്പെടാറില്ല. കാരണം വെച്ചാൽ വെറുതെ എന്തിനാ വെറുതെ കുറേ തള്ളു കേട്ട് പിന്നെ അത് മാത്രമല്ല ചിലർ പഠിപ്പില്ല. അവർക്ക് അവിടെ വീടുണ്ട്, അവർക്ക് അവിടെ വണ്ടിയുണ്ട്, അവർക്ക് മറ്റേ ഇതുണ്ട്, വീഡിയോ എടുക്കണം, ഇതൊക്കെ ഞാൻ ചെയ്യത്തൊന്നും. അവരുടെ വീടിന്റെ വീഡിയോ എടുക്കണം, അവരുടെ വണ്ടിയുടെ വീഡിയോ എടുക്കണം, ഇതൊക്കെ നമ്മുടെ. പിന്നെ അതേപോലെ തന്നെ ചില ആൾക്കാരുണ്ടല്ലോ, ചില ആൾക്കാർ വന്ന് നമ്മളെ പഠിപ്പിക്കുക, നിങ്ങൾ ചെയ്യുന്ന രീതി ശരിയല്ല, നിങ്ങളുടെ രീതികൾ ശരിയല്ല, നിങ്ങളുടെ അത് ശരിയല്ല, ഇത് ശരിയല്ല. ശരിയല്ല. പിന്നെ ഞങ്ങൾ ഇങ്ങനെയാണ്, നമ്മൾ ഓപ്പൺ ആയിട്ട് നമ്മൾ ഹൈഡിങ്. ഗൈസ് എത്ര പേര് കേരളത്തിൽ തന്നെ ബ്ലോഗ് ചെയ്ത് മദ്യപിക്കുന്നു, എത്ര പേര് പിന്നെ ഫ്ലൈറ്റിൽ പോകുന്നത് മദ്യപിക്കുന്നു, എന്നിട്ട് മദ്യപാന ആരോഗ്യത്തിന് അനുകരിക്കും. പിള്ളേർ കണ്ടിട്ട് അത് മോശമായിട്ട് അവർ അത് അനുകരിക്കില്ലേ? എത്ര പേര് എന്തൊക്കെ തോന്നിയാസം കാണിക്കുന്നു, എത്ര പേര് എന്തൊക്കെ കാണിക്കുന്നു. നമ്മളങ്ങനെ ചെയ്യുന്നുണ്ടോ? നമ്മൾ നിത്യോപ ജീവിതത്തിൽ നടക്കുന്ന നമ്മളൊരു പച്ചയായ മനുഷ്യനാണ്. അല്ല നമ്മൾ എന്താണോ അതാണ് നിങ്ങൾ ബ്ലോഗിൽ കാണുന്നത്. അല്ലാതെ ഞങ്ങൾ ഒന്ന് ഹൈഡ് ചെയ്യുന്നില്ല. ഞങ്ങൾ ചില സമയത്ത് ഞങ്ങൾ മനുഷ്യന്മാരാണ്. എല്ലാവരും വീടുകളിൽ തെറി പറയാറുണ്ട്. ആരും മാന്യന്മാരൊന്നുമില്ല. എല്ലാവരും അവരെ വിട്ട് ചെറുതോ വലുതോ പല രീതിയിൽ പല സാഹചര്യത്തിനനുസരിച്ച് വർത്താനം പറയാറുണ്ട്. ഞങ്ങളുടെ സാഹചര്യത്തിൽ ചിലപ്പോൾ അറിയാതെ വായിന്നൊക്കെ വന്നു. ചില സമയത്ത് തന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സമയത്ത് നമ്മളിപ്പം എന്നാ പറയുക, യാത്ര ചെയ്യുമ്പോൾ ഇപ്പോഴൊക്കെ നമ്മൾ ചെന്ന് കിടന്നിറങ്ങുന്ന 1 മണി 2 മണിക്കാണ്. അപ്പോൾ ഈ ഉറങ്ങി തൂങ്ങിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ എഡിറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഇതൊക്കെ മിസ്സായി പോകും. ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. കാരണം പിറ്റേ ദിവസം നമ്മളിത് കാണാറില്ല. നമ്മൾ എഡിറ്റ് ചെയ്യുന്ന വീഡിയോ പിന്നെ കാണാറില്ല. അപ്പോൾ അത് പ്രത്യേകം ഞാൻ പറഞ്ഞാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് തെറ്റിദ്ധാരണയുണ്ട്, അത് നമുക്ക് ഭയങ്കര അഹങ്കാരം, കാശ് കൂടിയതിൻ്റെ ഇതാ നെഗളിപ്പ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഈ കാശ് കൂടിയ എന്ന് പറയുന്ന ആൾക്കാർക്ക് ഏറ്റവും വലിയ കുശുമ്പിലുള്ള ഉദാഹരണമാണ് ആ കമൻറ്റ്. അതെ, ഏറ്റവും കൂടുതൽ കുശുമ്പിലുള്ള. അതെ, അത്രേ ഉള്ളൂ. സത്യമായിട്ട് ചില ആൾക്കാർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഒന്നും. കാരണം നമ്മൾ ഈ കുപ്പയെ കിടന്നാണല്ലോ, കുപ്പയെ കിടന്നവർ പെട്ടെന്ന് രക്ഷപ്പെട്ടെന്ന് ചില ആൾക്കാർക്ക് ഇപ്പോഴും അംഗീകരിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഞങ്ങളെ സഹായിച്ച എത്ര പേരുണ്ട്, ഞങ്ങളൊന്നുമില്ലാത്ത സമയത്ത് ഒന്നും സഹായിച്ച എന്തോരം പേരുണ്ട്. അപ്പം ഇതൊക്കെ ചില ആൾക്കാർ ചില വ്യക്തികൾക്ക് നമ്മൾ ഇങ്ങനെ ആക്കിയാൽ തെറ്റ്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പം സൗണ്ട് വന്ന പക്ഷേ അല്ലെ ഇങ്ങനെ നോക്കിയാൽ പ്രശ്നം.
നമുക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ നമ്മുടെ രീതിയുണ്ട്, ആ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നു, ആ രീതി കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ഇന്നത്തെ പരിപാടി നമ്മൾ ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ സ്ഥലം കാണാൻ വേണ്ടി പോകുക. നമ്മുടെ പുത്തുനിന്ന് ചേട്ടനും വന്നു, എല്ലാരും വന്നു. അതായത് പുള്ളി വണ്ടി ടെസ്റ്റ് ചെയ്യുന്ന ആളുണ്ട്. ചേട്ടാ ചേട്ടാ എന്തിയെ ചേട്ടാ സാറേ ചേട്ടാ ടൂൾ എടുത്തിട്ടുണ്ടോ? ടൂൾ എടുത്തോ? എല്ലാം എടുത്തിട്ടുണ്ടോ? കുത്തുന്നതും പെയിന്റ് നോക്കുന്ന സാധനങ്ങളൊക്കെ നോക്കിയാൽ ജാഗൂർ എടുക്കുന്ന നോക്കിയാൽ ജഡം. ഇതാണ് ജഡായി സാബു. ജാഗൂർ ഭയങ്കര മെയിൻ്റെനൻസ് ആട്ടോ, ഭയങ്കര മെയിൻ്റെനൻസ് വെച്ചാൽ ഭയങ്കര മെയിൻ്റെനൻസ്. അത്ര വലിയ ലക്ഷറി കാറല്ലേ. ആഹാ, നോയിസ് ക്യാൻസലേഷനിൽ നിന്ന് പെട്ടെന്ന് നോയിസ് ക്യാൻസലേഷൻ ഓഫ് ആക്കിയ പോലെയാണ് ഡൽഹിയിൽ നിന്ന് മാർക്കറ്റിലേക്ക് വന്ന്. അരെ ബായ്, ആ എൻ്റെ ഫാനാ. എടാ ലിബിന എന്നാടാ? ആ എന്നൊക്കെയാ പറയുന്നുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്. ഇത്രയും പേരെങ്ങനെ ഈ വണ്ടി പോകും എനിക്കറിയത്തില്ല. അണ്ണൻ ഇപ്പോഴാട്ടോ എത്തുന്നത്. നമസ്കാരം ലിബിന, എന്നാ പറ്റിയ? ഞാൻ ഫോൺ എടുത്തതിലൊന്ന് മറന്നു പോയാ, നോക്കിയതാ. എന്നിട്ടോ? ഉണ്ട് സാധനമുണ്ട്, ബയലുണ്ട്. ഇതെങ്ങനെ പോകും എന്നാ പറയുന്നത്? ആ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പരിപാടിയൊക്കെ. ഇവിടെ മെക്കാനിക് ഉണ്ട് കേട്ടോ, ബൈക്ക് മെക്കാനിക്ക്. അയ്യോ, എന്താ ഇത്? എല്ലാം റോഡിൻ്റെ സൈഡിൽ തന്നെയാണ്. ഇതാണ് വർക്ക്ഷോപ്പ്. ഇതാണ് വർക്ക്ഷോപ്പ്. ഇതല്ലാട്ടെ, നമുക്കിപ്പോൾ ഇതിനാണ് വണ്ടി നോക്കാൻ വേണ്ടി പോകേണ്ടത്. എല്ലാം നടക്കുവാണ് ഇന്ന്. നടക്കണം. ഇന്നലെ പുള്ളിക്കാരനൊരു സന്തോഷമില്ലല്ലോ. ആർക്കാ? പുള്ളിക്കാരനോട് ചോദിച്ചാൽ ഏതാ വണ്ടി വേണ്ടത് ചോദിച്ചാൽ അങ്ങോട്ട് രാഹുലിനോട് ചോദിച്ചാൽ ഏതാ വണ്ടി വേണ്ടത് ചോദിക്കാൻ വേണേ. വേണ്ട, പുള്ളി മടുത്തിരിക്കുമായിരിക്കും. എൻ്റെ ഗായ്സ്, എൻ്റെ വേറെ പോയി ഗൈസ്. ഞങ്ങൾ ഡൽഹിയുടെ അകത്തു നിന്നും ഞങ്ങൾ ഡൽഹിയുടെ പുറത്തെത്തി. നമ്മളിവിടെ വണ്ടി നോക്കാണ്ടി വന്നതാണ്. ഇതിലേത് വണ്ടി എന്നുള്ളത് ഞങ്ങൾ പറയില്ല. ഇത് പല വണ്ടിയും. ഞങ്ങളൊരു വലിയ ഐഡിയ കണ്ടുപിടിച്ചേ. എൻ്റെ സംഭവം അറിയാമോ? നമ്മുടെ വീട് ഇതേപോലത്തെ കണ്ടംപററി വീടാണ്, സെയിം വീടാണ് നമ്മുടെ. ഇവിടെയൊക്കെ വീട് എന്നാ ചെയ്താൽ ചില വീടിന് പെയിന്റ് അടിക്കാൻ ടൈൽസ് ഒട്ടിച്ചാക്കും. അതവിടെ ലാഭം. സ്ക്വയർ ഫീറ്റിന് ടൈലിന് എത്രയാ? 80 രൂപ, 90 രൂപ, 100 രൂപ, 120 രൂപ ഉള്ളൂ. ഇത് ഞങ്ങളുടെ പോലെ തന്നെ കണ്ടംപററി സ്റ്റൈൽ വീടാ. എന്നാ വലിയ വീടാന്ന് നോക്കിയേ. ആ ഗേറ്റ് നോക്കിയാണ് എന്നാ പൊക്കമെന്ന്. നമ്മള് കിട്ടിയ അപരാധം, ഇവര് കിട്ടിയ കുഴപ്പമില്ല അല്ലേ? അല്ലേ? ഇത് 2-3 പേര് താമസിക്കുന്നതാടാ. അങ്ങനെയാ. ഡൽഹിയുടെ ഔട്ടറിൽ പോയിട്ട് ഞങ്ങൾ അങ്ങനെ തിരിച്ചെത്തി. ഇപ്പം ഇവിടെ എന്തോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. ഇതുവരെ ഒന്നും ശരിയായില്ല കേട്ടോ. വണ്ടികൾ നോക്കുന്നുണ്ട്. ബാടാ മൂത്ര വെച്ചിട്ട് പോവാ ഗൈസ്. ഇവിടെ ഒരു മൂത്രപ്പുരയുണ്ട്, ഇവിടുന്ന് മൂത്രം ഒഴിക്കട്ടെ. വർക്ക്ഷോപ്പ് പോയിക്കേ. ഒരു വണ്ടീനെ ഇല്ലാതെ ആക്കിയില്ല ഇവനെ. വർക്ക്ഷോപ്പ് കേട്ടോ. എന്തായാലും നമുക്ക് മൂത്രം ഒഴിക്കാം. അതിനുശേഷം അടുത്ത പരിപാടിക്ക് ഇറങ്ങാം. ഫ്രീയാ, പ്രൊമോഷൻ ആവശ്യമില്ല, ഫ്രീയാ. തിരക്ക് നോക്കിയാണ് എന്നാ തിരക്കാന്ന് നോക്കിയേ ഗൈസ്. ദില്ലിയിൽ അത്യാവശ്യം നല്ല തിരക്കാട്ടോ ഗൈസ്. അതായത് ദില്ലി ഔട്ട്സ്കേർട്സിൽ, അതായത് ദില്ലിയുടെ പുറത്ത് ഉത്തരാഖണ്ഡ് അങ്ങനെ പോയില്ലേ, അങ്ങനെ പല സ്ഥലത്ത് വണ്ടിയുണ്ട്. പക്ഷെ പക്ഷേ പണിയാട്ടോ, പേപ്പർ വാങ്ങൽ പണിയാണ്. നമ്മളങ്ങോട്ടാണോ പോകുന്നത്? നമുക്ക് വണ്ടി ഉണ്ട്, അവർ പോയോ? നമ്മൾ വേറെ വണ്ടി നോക്കാൻ പോവുകയാണ്. അതിന് എല്ലാവരും മുഖത്തോട്ട് നോക്കിയേ. ഞങ്ങൾക്കൊഴിയ ബാക്കി എല്ലാവർക്കും വിഷമമാണ്. എന്താ കാരണം നിങ്ങൾക്ക് അറിയാവോ? കിട്ടുന്നില്ല. ഡൽഹിയിൽ വണ്ടിയില്ല. വണ്ടിയുണ്ട്, റേറ്റ് കൂടുതലാണ്, ഭയങ്കര പൈസ. നമ്മൾ വിചാരിച്ച പോലെ അല്ല കാര്യങ്ങൾ ഗൈസ്. കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നമുക്ക് അക്കരെ കിടക്കണം. നമുക്കതിനെ കണ്ട് അക്കരെ കിടക്കണം ഗൈസ്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഞങ്ങൾ എങ്ങോട്ടോ പോകുകയാണ്. വണ്ടിയുടെ കാര്യമൊന്നും പറഞ്ഞില്ല കേട്ടോ രാഹുൽ മാനസികമായിട്ട് തകർന്നു. ഇനിയില്ല, പുള്ളി തീർന്നു. ശരിയല്ലേ ചേട്ടാ? പുള്ളിക്കാരൻ്റെ പുള്ളി മാനസികമായിട്ട് തീർന്നുണ്ടോ? പുള്ളി 10 എന്ന് പറയുമ്പോൾ നമ്മൾ 9 പറയും. ഞങ്ങൾ രണ്ടും പുള്ളി 9 പറഞ്ഞ് ഞാൻ 8 പറയും. നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് കഴിഞ്ഞ് നമ്മൾ വണ്ടി ഇട്ടിക്കരുത്, കാരണം നഷ്ടം സംഭവിക്കുക. അതുകൊണ്ടാണ്. കാരണം നമുക്ക് കച്ചവടത്തിന് അതിന് വേണ്ടിയല്ല, നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അപ്പം അതാണ് സംഭവം. ഈ ബേക്കിരിക്കുന്ന കച്ചവടക്കാരൻ, ഇയാൾ സ്കാനർ, അതായത് ഇയാൾ നോട്ടക്കാരൻ, എല്ലാം സ്കാൻ ചെയ്യുന്ന ആൾ. ഞങ്ങൾ പാതുകാപ്പ്. അപ്പോൾ അതെ ഗൈസ്. അപ്പം നമ്മൾ നേരെ പോവുകയാണ്. ഭക്ഷണം കഴിക്കാനാണ് പോകുന്നത്. അത് കഴിഞ്ഞ് വന്ന് വണ്ടി കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. എന്തെങ്കിലുമൊക്കെ സംഭവിക്കും ഗൈസ്, എന്തെങ്കിലുമൊക്കെ എടുക്കും. നമ്മൾ വെയിറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മുടെ വണ്ടികൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ സ്വന്തം അനുഭവിച്ചോളുക.
ഒരാളെ കണ്ടെത്താൻ ഭയങ്കര പാടായിരിക്കും. ഇതേപോലെ കിടക്കും. ഈ തൊട്ട് സൈഡിൽ കാണുന്നത് വേൾഡ് ട്രേഡ് സെന്റർ ആണ് കേട്ടോ. NBCC അല്ലേ? സർക്കാരിന്റെ എന്തോ പരിപാടിയായിട്ട് എനിക്ക് കറക്റ്റ് അതിനെ കുറിച്ച് അറിയത്തില്ല. സാധാരണ ഇത്രയും വലിയ റോഡിന്റെ അത് എന്തെങ്കിലും കൂടി കഴിഞ്ഞാൽ ഹൈവേ വിഭാഗം വന്നിട്ട് നമ്മുടെ വണ്ടി വലിച്ചു. ഇവിടെ വരാനല്ലേ ഇവന് ഈ വണ്ടിക്കകത്ത്? അതും പറയാൻ പറ്റൂല. പക്ഷേ ഇവിടെ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകിച്ച് കുറഞ്ഞ എണ്ണ ഇടിച്ച് കൂടുതൽ സ്ഥലത്തോട്ട് ഓടാൻ ശ്രമിക്കുക, പിന്നെ മെക്കാനിക്കൽ ഭാഗം ശരിയല്ലാത്ത വണ്ടി കൊണ്ട് ഇതിൻ്റെ അകത്ത് സഞ്ചരിക്കുക. ഇതൊക്കെയാണ് ഇവരുടെ ഏറ്റവും വലിയ സന്തോഷം കിട്ടുന്ന സംഭവം എന്ന് എനിക്ക് തോന്നുന്നല്ലേ ചേട്ടാ? ചിലതൊക്കെ വഴി കിടക്കുന്ന കാണാം. പൊക്കിക്കൊണ്ട് പോകുന്നുണ്ടോ? ഡേറ്റ് കഴിഞ്ഞ വണ്ടി തുമ്പി, ഡേറ്റ് കഴിഞ്ഞ വണ്ടി തൂക്കുന്നുണ്ടോ? ഈ ആടിന്റെ ഉള്ളിൽ കയറി നോക്കുവാണെങ്കിൽ നല്ല കച്ചവടം നടത്താം കേട്ടോ, അല്ലേ? അംബാസഡർക്ക് എന്തായാലും കൊണ്ടുള്ളൂ, ആരും എടുക്കുമല്ലോ. പുതിയ ലൈലാൻഡിന്റെ ബസ് കണ്ടോടാ? ഇത് പൊളിക്കൂ. ഇതൊക്കെ സെൻട്രൽ ഗവൺമെന്റ് വണ്ടികളല്ലേ. ഇവിടെ കണ്ടമാനം വണ്ടി പിടിക്കുന്നുണ്ടോ? ഇതുണ്ടോ വന്ന് കിടക്കുന്നുണ്ടോ? ഇത് കോർപ്പറേഷന്റെ ആണോ തുമ്പി ഈ വണ്ടികള്? ഈ തൂക്കുന്ന വണ്ടി കോർപ്പറേഷന്റെ ആണോ അല്ലെ RTOയുടെ ആണോ? ഇത് RTOക്ക് വർക്ക് ചെയ്യുന്ന റിക്കവറി അല്ലേ, സ്വന്തം ഇല്ല, എല്ലാം കോർപ്പറേഷൻ അല്ലേ? അല്ല RTO ആണോ കോർപ്പറേഷൻ ആണോ വണ്ടി പിടിക്കുന്നത്? രണ്ടും പിടിക്കുന്ന MCD. MCD നമ്മുടെ നാട്ടിൽ RTO പോലത്തെ. ഗൈസ്, ഇലക്ട്രിക്കൽ ബസ് ഉണ്ടോ? ഡൽഹിയിലെ ഇലക്ട്രിക്കൽ ടാറ്റയുടെ ബസ്. ഇതൊക്കെ ചൈനയുടെ ബാറ്ററി ആയിരിക്കും, BYD ബാറ്ററികളായിരിക്കും. സ്വിച്ച് കണ്ടമാനം വണ്ടികളുണ്ട് കേട്ടോ. ഇവിടെ എവിടെയെങ്ങനെ തുമ്പി പോയത്? ഇത് മലയാളികളുടെ ഭക്ഷണം പോലും, ദോശ അങ്ങനെയുള്ള സംഭവങ്ങളാണ്. ഞാൻ വേറൊരു സാധനം ഇവിടെ മസാല ദോശ അങ്ങനത്തെ സാധനം ഇല്ല. പിന്നെ ഇങ്ങോട്ട് പേരക്ക മേടിക്കാം പാ. കഴിച്ച് ഇവിടെ പേരക്ക കിട്ടും. പേരക്ക നോക്കിയ പമ്പിലൊക്കെ തിരക്ക് നോക്കിയ കർത്താവേ. ഇത് CNG അടിക്കുന്നു, ഇത് പെട്രോൾ അടിക്കുന്നതും. ഇവനെ കഴിഞ്ഞിട്ട് മേടിക്കും. ഭക്ഷണം കഴിച്ചിട്ട് മേടിക്കും. ആര് പിടിക്കും? എന്നാന്നുള്ളത് കഴിച്ചിട്ട് കടല ഇതിനെ തീ വരുന്നില്ല. ഫുഡ് കഴിച്ചിട്ട് മേടിക്കും. ആര് പിടിക്കും? എടാ പൊട്ട, ഇത് ഇവര് കൊത്തിയിട്ട് മറ്റേ അരിഞ്ഞ് മറ്റേ പീസാക്കി തരും. ഇത് തായ്ലൻഡാണോ ഇന്ത്യ ആണോ? പേരൊക്കെ ഉണ്ടല്ലോ നല്ല സെറ്റപ്പ് ആയിട്ട് ഇവന്മാര് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, നല്ല മസാല തേച്ചിട്ട് വരും കണ്ടോ. അമ്പ അടിപൊളി. ഇതുണ്ടോ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്യും. അതിൻ്റെ അതെല്ലാം ഇതേപോലെ കാലാനമുക്കും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ സൈഡിൽ വന്നിരിക്കുന്ന സാധനം കിട്ടുള്ളൂ അല്ലേ? അങ്ങനെ സാധനം തേച്ച് തരും. 2 എണ്ണം എടുത്ത് കഴിയുമ്പം 50 രൂപയുടെ 1/2 കിലോ സാധനമാവും. നല്ല ടേസ്റ്റായി സാധനം. 1/2 കിലോ നാട്ടില് എന്റെ പീസല്ലേ? അല്ല, ഈ സാധനം താഴോട്ട് വീഴുന്നുണ്ടായിരുന്നോ? സാധനം കൊള്ളാം കേട്ടോ. ഞാൻ വിചാരിച്ചോണ്ടല്ലോ 10 പൈസയ്ക്ക് ഉള്ളൂ ഇല്ലാതിരിക്കുന്ന, പക്ഷെ നല്ല കിടിലൻ ദോശയും അതുപോലെ ചട്നിയും സാമ്പാറിലും അടിപൊളി. അങ്ങനെ പറയാം. ഇതൊക്കെ ആട്ടെ അടിപൊളി സാധനം കേട്ടോ. നല്ല ടേസ്റ്റുണ്ട്. ക്രിസ്പിയാ. ഞാൻ വിചാരിച്ചു പോയെന്നാണ്. നിങ്ങൾ കഴിച്ചതല്ലേ കുറുമ പൊറോട്ട? ഇത് പറ, ഇഡ്ഡലി പറ. കിയയുടെ ഒരു കാർണിവലാണേ. ഇതൊക്കെ ഓരോ പണികൾക്ക് ഇങ്ങനെ വന്നു നടക്കും. ഇത് വണ്ടികൾ പണിയുന്ന പിന്നെ ഈ പുള്ളിക്കാരനൊക്കെ സമ്മതിക്കണം. കാര്യം എന്താ വെച്ചാൽ ഏത് പ്രീമിയം വണ്ടികളും അച്ഛാ കാം കരേഗാ. आपका नाम क्या है? अरविंद. आपका फ्रेंड है ना? നമ്മുടെ വണ്ടി कितना साल? 8 വർഷം. 8 ഇയർ. 8 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഈ മറ്റേ വണ്ടി പണിയുന്ന ഏരിയ. നോക്കി, ഇത് കുറെ നാളായിട്ട് ഇവിടെ പരിപാടി. ഏത് വണ്ടിയുടെ പണിയും ഇവിടെ നല്ല പക്ക. പ്രീമിയം കാറിന്റെ എഞ്ചിൻ പണിയെന്ന് കാണിച്ചു കേട്ടോ. ഇവിടെ കോൺസാ എന്താ മേഴ്സിഡീസ്. ഇതാടാ ഇതാണ് മേഴ്സിഡീസിന്റെ എഞ്ചിൻ പണി നടേ കാണുന്നത്. എൻ്റെ പൊന്നെ, എത്ര പേര് എന്നാ പണിയുന്നത്? 4 പേര് എന്ന് മേഴ്സിഡീസിന്റെ എഞ്ചിൻ പണിയെന്ന് കാണുന്നത്. ഇതിന്റെ എഞ്ചിൻ മൊത്തം നേരത്തെ ഫുള്ള് പിരിച്ചിട്ടാക്കുമായിരുന്നു. രാവിലെ വന്നപ്പോ അത് ഫുള്ള് സെറ്റാക്കി കയറ്റിയാക്കുന്ന ക്ലച്ച് गियर बॉक्स है किधर साइड है? ड्राइवर साइड है. नवीले इंजन आड़ा മെഴ്സിഡീസിന്റെ ഗിയർ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ഗിയർ ആണ്. ഈ വണ്ടിയുടെ എന്താ സെറ്റപ്പ് നോക്കി. ഇത് ഇഞ്ചക്ടർ ഹെഡ് ബന്ധാണ്. ഇഞ്ചക്ടർ ചെറിയ പിള്ളേർ പണിയെന്ന് നോക്കി എന്നെ സെറ്റപ്പ്. ഞാൻ നേരത്തെ തരിച്ചു ഒറ്റയ്ക്ക് ആ വണ്ടിയുടെ ഓരോ പണി എടുക്കുന്നത്. ഒറ്റയ്ക്ക് നമ്മൾ 10 പേര് ഇരുന്നാലും പണി തീരൂല. വർക്ക്ഷോപ്പുകളുണ്ട്. ഇതാണ് വർക്ക്ഷോപ്പ് കേട്ടോ. ഇതാണ് വർക്ക്ഷോപ്പ്. ഈ കാണുന്ന ഇതിങ്ങനെ ഇവിടെ ഫുള്ള് വണ്ടി പണിയുന്ന ഏരിയ. ഇവരുടെ വർക്ക്ഷോപ്പ് ഇതാണ്. അതായത് ഒരു വണ്ടിക്ക് വേണ്ട ആവശ്യമായ സാധനങ്ങളെല്ലാം ഈ കാറിൻ്റെ അകത്തുണ്ടാവും. ഇതൊക്കെ ക്ലച്ചിന്റെ ഒക്കെ സൈഡത്തെ സാധനങ്ങളും ഡൈനാമയും AC യുടെ സാധനം കണ്ടോ? ഇഷ്ടം പോലെ സാധനം.
ये इधर ये वर्कशॉप है ना वर्कशॉप का पूरा सामान टूल इधर है ना पूरा सारा टूल इधर है हैं सारा टूल इधर है इधर ഗൈസ് ഇത് മൊത്തം ടൂൾ ഇതിന്റെ അകത്താ എല്ലാ ടൂൾ ഇതിന്റെ അകത്താ अंदर भी है अंदर भी है अंदर भी है पूरी भरी पड़ी है ആ ഇത് വർക്ക്ഷോപ്പാ ഇത് ഗൈസ് ഫുൾ വർക്ക്ഷോപ്പ് സാധനങ്ങളൊക്കെ കേട്ടോ ആ എന്നെ നോക്കിയാ ഇതാണ് workshop. ലോവർ ആം ഫാന് എല്ലാ സാധനവും ഉണ്ടല്ലോ ഇതാണ് വർക്ക്ഷോപ്പ് കേട്ടാ പിന്നെ വേറെ കാര്യമുണ്ട് ആ. ഇവിടെ നമ്മൾ ഇതേപോലെ വീഡിയോ എടുക്കാൻ നേരത്ത് വരുന്നത് വളരെ ശ്രദ്ധിക്കണം അറിയാവുന്നവരുടെ അടുത്ത് മാത്രം വീഡിയോ എടുക്കുക ഇന്നലെ ഈ പുള്ളിക്കാരൻ ഞങ്ങളെ ഒന്ന് കോർത്താണ് പിന്നെ അവരോട് പോയി പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവര് കമ്പനിയായി അതെ ഇത് ഇഞ്ചക്ടറിലും സംഭവങ്ങളും അതിന്റെ സംഭവങ്ങളൊക്കെ മാറും കേട്ടോ ഒരു ഇഞ്ചക്ടറിന് 10-20,000 വില इधर से उधर तक काम होता है पूरा है ना पूरा बट उधर परमिशन नहीं है ना है परेशान है हमारी यही है हमारी राइड है എന്നെ സെറ്റപ്പായിട്ടാ പണിത് സെറ്റപ്പ് ആക്കുന്നത് നോക്കി ആ കിടക്കുന്ന ആ ഡോഗിന് വേണ്ടിയുള്ള കാന കൊടുക്കുന്ന സ്ഥലമാട്ടോ ഈ കാണുന്നത് ഇവര് മൃഗങ്ങളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കും കേട്ടോ ആ കാര്യത്തില് ആരെവിടെ ഭക്ഷണം ഇല്ലെങ്കിൽ ഒരു ഭക്ഷണം കൊടുക്കും അല്ലേ ആ ഇത് റേഞ്ച് റോവറിന്റെ അല്ലെ ലാൻഡ് റോവറിന്റെ ഡിസ്കവറി ആണ് ഡിസ്കവറി ആണ് ഓൾഡ് വാല ആണ് വൈസ് ഓൾഡ് വാല ഡിസ്കവറിയുടെ ഒരാൾ ഇരുന്നിട്ട് പണിയെടുക്കുന്നുണ്ട് നേരത്തെ आपका कौन सा गाड़ी आप रिपेयरिंग करेगा आप प्रीमियम सब कितना आपका कितना उम्र कितना है उम्र 18 और इंग्लिश में 18 इंग्लिश में कितना बोलेगा 18 12 18 18 വയസ്സുള്ളവന് ആ ആ മലയാളത്തിൽ പറഞ്ഞ 18 ആ 18 വയസ്സുള്ളവന് അത്ര ഓ, ആ 18 വയസ്സ് 18 प्लस 180 പ്ലസ് 18 വയസ്സ് എന്താ गांडू आदमी साला कौन सा गांडू कौन सा है ये आपका ऐसी സാധനങ്ങൾ ഇത് ടർബോ है ना ना नहीं हाँ एयर फिल्टर है ना चैनल बताओ अपना ചാനൽ एक नंबर 1 ചാനൽ है हाँ കേരള का नंबर 1 है കേരളത്തിൽ പോയി നമ്മളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ പോയി നമ്മളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പരിപാടി പാളും അല്ലേ പിന്നെ വാ പോവാം വാ ഗൈസ് ഫൈനലി ഞങ്ങൾ രാഹുലിന്റെ ഓഫീസിൽ എത്തിയിരിക്കുകയാണ് മൂത്രമൊഴിക്കാൻ പോവാ അക്കോ ചൗജാലേ ഹേ സാഗതേ അതല്ല ബാഗ് എടുക്കാൻ വേണ്ടി നീ മറ്റേ ഇതൊക്കെ എടുത്തോ എന്നെ ഫോൺ എടുത്ത് ഇത് എടുത്തല്ലോ ജമ്പറൊക്കെ എടുത്തോ ആ തുമ്പി ഈ വെൽഫെയർ ഒക്കെ ലാസ്റ്റ് എന്നെ വിളി കിട്ടും അത് എന്റെ 5 രൂപ എന്റെ പൈസ. എന്താ വിഷയം എടോ, 60 ലക്ഷം രൂപ 60 മേളിലോട്ട് എൽ സി ഒക്കെ എന്നെ വിളി കിട്ടും ചേട്ടാ इल्ला प्रोग्राम നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ കാരണം നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ ഗൈസ് ഞങ്ങൾ ആദ്യം ഫോർച്യൂൺ നോക്കി നടപടി ആയില്ല എൻ്റെ ആയിരുന്നു പ്ലാൻ ചെയ്ത് വന്നത് അത് നടന്നില്ല എവിനെ ഇപ്പൊ എൽ സി നോക്കി നാട്ടിൽ നിന്ന് വിലക്കുറവ് ഇനി എനിക്ക് തോന്നുന്നു LIC കിട്ടും എൽ സി നോക്കി വന്ന 2 യുവാക്കൾ ഡൽഹിയിൽ നിന്നും LIC ജോയിൻ ചെയ്ത് പോയി എവിനെ? എന്നൊരു വാർത്ത നിങ്ങൾ എബിന്റെ ആന്റി എന്നാ വെച്ചാ പറ അതായത് നാട്ടിൽ നിന്ന് വിലക്കുറവ് ഫ്ലൈറ്റ് ടിക്കറ്റ് പോയി റൂമിന്റെ പൈസ പോയി ഭക്ഷണത്തിന് പൈസ പോയി ഞങ്ങൾക്ക് 18,000 രൂപ ടിക്കറ്റ് ഇപ്പൊ റൂം എല്ലാം കൂടി ഓ എന്നോട് തുമ്പി പറഞ്ഞ വിലക്കുള്ള വരണ്ടെന്ന് ആര് കേക്കാൻ നമ്മൾ മുട്ടി നിൽക്കുമല്ലേ വീഡിയോ കോളിലേക്ക് പറഞ്ഞു അതാണ് മുട്ടി നിൽക്കുമായിരുന്നു ഒരു കാര്യമില്ല ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ദേ പോകുന്നു വിസ്താര ടാറ്റ ഫൈനലി ഞങ്ങൾ റൂമിലെത്തി റൂമിലല്ല ഓഫീസില് ചർച്ച മുറുകട്ടെ മറ്റേ ഇതും കൂടി മാറ്റി അവിടെ ഇരിക്കായിരുന്നു ചർച്ച മുറുകട്ടെ ചർച്ച മുറുകട്ടെ എൽ സി കിത്തനൊക്കെ മില്ലേതാ വയ്യ ഫൈനലി ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയാട്ടെ ഞങ്ങൾ പോവാ കുറേ തപ്പി ഇനി ഡൽഹി വണ്ടി കിട്ടാനില്ലെങ്കിൽ ഒരു ഗതിയും പരഗതിയില്ലേ ഞങ്ങൾ ഔട്ടറിന് പോകും കേട്ടോ 100% ഞങ്ങൾ പോകും ഗൈസ് ഇന്നത്തെ ഊരുതണ്ടൽ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ നേരെ പോകുന്നു നമ്മളുടെ ഹൂത്തലിലേക്ക് അപ്പോൾ ഇന്നത്തെ ഊരുതണ്ടൽ കഴിഞ്ഞിരിക്കുന്നു ഇന്നൊന്നും നടന്നില്ല നിങ്ങൾ വിചാരിക്കണം ഡൽഹി വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഓടിപ്പിടിച്ചൊന്നും സാധനം കിട്ടുമൊന്നുമില്ല നല്ല കിട്ടണമില്ല കണ്ട വക്കുപൊട്ടിയും അതും ഇതൊക്കെ ഉണ്ടാവും അച്ഛനെ അമ്മയെ കൂടുതൽ മാറിയ വണ്ടി കിട്ടും ആ അതൊക്കെ കിട്ടും കേട്ടോ ഇതുണ്ടോ 2 ലക്ഷം രൂപയുടെ കച്ചവടം ഒരു ദിവസം 2 ലക്ഷം നാക്കാറൊന്നും പറ്റൂല ഇവനൊന്നും കണ്ണേറൊന്നും ഇല്ലേ ഇവന് കണ്ണേറ് തുമ്പി അവന് കണ്ണേറൊന്നും കിട്ടൂല 2 ലക്ഷം രൂപയുടെ കച്ചവടം ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇതന്നെ ഇത് മിനിമിലിറ്റി കളിക്കുന്നോ മിനിമം അപ്പൊ മാക്സിമം എത്ര ആയിരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളു ചില ആൾക്കാർ കണ്ണ് മുമ്പി വണ്ടി എടുക്കണമെങ്കിൽ ഇദ്ദേഹം യെസ് ഗൈസ് ഫൈനലി നമ്മളങ്ങനെ അവരുടെ കാല് വീണ് ചോദിച്ചിരിക്കുകയാണ്
വണ്ടി ഒന്ന് മാറ്റി തരുമോ, എന്നാലേ നമുക്ക് നമ്മുടെ വണ്ടി ഇറക്കാൻ പറ്റുള്ളൂ. അല്ലയോ ചേട്ടാ, നിങ്ങളുടെ കാല് പിടിക്കാം, വണ്ടി ഒന്ന് മാറ്റി തരുമോ, ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് നീ വണ്ടി മാറ്റാന്ന് പറഞ്ഞ വിഷയം. ഇന്നത്തെ കാലത്തുണ്ടല്ലോ നമ്മൾ ആരെയും പേടിപ്പിച്ച്, നമ്മൾ എത്ര കൊമ്പത്തെ ആളാ, നമ്മൾ എത്ര കാശുകാരനെന്ന് വിചാരിച്ച് ആരും പേടിച്ചിട്ട് കാര്യം. ഇന്നൊന്നും ആരും അഭിമാനം അടിയറവ് വെക്കുന്നതല്ല. അപ്പം സമാധാനത്തിൽ ചോദിച്ച ആൾക്കാർ കാര്യം നടത്തരും, അല്ലെങ്കിൽ മേലോട്ട് നോക്കിയിരിക്കേണ്ടി. കമോൺ ഗൈസ്, ലെറ്റ്സ് ഗോ ഹോട്ടൽ. തിരക്ക് പിടിച്ച വീതിയിലൂടെ ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകാണ്. ഒരു വണ്ടി കാണാൻ പറ്റുമോ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്, രാത്രി ആയാലും. ഇത് ബാലട്രി കടകളുടെ ഏരിയ കേട്ടോ. നമുക്ക് ഇവിടുന്ന് തന്നെ കുറെ സംഭവം ചെയ്യണോടാ. പിന്നെ കിട്ടിക്കഴിഞ്ഞാലേ വണ്ടി കിട്ടുന്നത് ഇവിടുന്ന് തന്നെ കുറെ പണിയെടുത്ത് കുറെ സെറ്റപ്പ് ആക്കി. ബെൻസിന്റെ ഒക്കെ എഞ്ചിൻ നിർത്തിയാ പണിയെടുക്കാൻ. അല്ല, എഞ്ചിൻ അല്ലടാ, കുറച്ച് സെറ്റപ്പ് മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്ത് ലൈറ്റ് ഒക്കെ കയറ്റി എഞ്ചിൻ ആയിക്കോട്ടെ ഇവിടെ നിർത്തി പണിയെടുക്കുന്നുണ്ടോ. അതെ, നമ്മുടെ അവിടെയൊക്കെ മാറുന്ന ഒരു 3-4 ലക്ഷം രൂപ ഒരു എഞ്ചിൻ പണി, ഇവിടെ 80,000 രൂപയ്ക്ക് പണിയെടുത്തിട്ട് പോകും. അതാണ് ന്യൂ ഡൽഹി. ആണോ തമ്പി? ലേബർ എന്നല്ല, പണി ഫാസ്റ്റാ അല്ലേ? നമ്മൾ ഫൈനലി നേരെ ഫ്രണ്ടിലേക്ക് പോവാട്ടോ. പിന്നെ പിന്നെ കുറച്ചൊക്കെ ഉടായ്പിന് ഉസ്താക്കന്മാരാ, പെട്ടെന്ന് പണിത് തരും അല്ലേ? പോലീസ് സ്റ്റേഷനോ? പോലീസ് സ്റ്റേഷനാണോ? ഞാൻ വെച്ച് ടൂറിസ്റ്റ് പോലീസിനെ ഈ ഇതേ ഉള്ള പണിയുന്നു. അതായത് ഈ യൂബറിന്റെ പ്രശ്നം തീർക്കലും സരോജിനി മാർക്കറ്റ് ആയത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഇത് ഇതിന്റെ അകത്തോട്ട് കയറുന്ന മറ്റേ നമ്മുടെ കോസ്റ്റ്യൂംസിക് സാധനങ്ങൾ മേടിക്കുന്നത് അതില്ല, നോർമൽ ലോക്കൽ മാർക്കറ്റ്. എടോ ഈ സൂപ്പറേടോ ഞാൻ ചോദിച്ചേ. ഇത് സൂപ്പർബ്. സൂപ്പർബ്. ഇത് ഈ വണ്ടി ചത്തുപോയി ഗൈസ്. ഇതിനി ഓടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, നിന്നു. ട്രാൻസ്പോർട്ടിന്റെ വണ്ടിയാ. എന്ത് നല്ലൊരു കാഴ്ച. അടി ഇട്ടിട്ട് പോയടാലോ ഇവനെ. ഇതേ അതിന്റെ താളം പേരൊന്നുമില്ല, എന്തോ വലിയ മാർക്കറ്റാ. എന്റെ പൊന്നെ. അതെ അല്ല, ഫോണ് പോകും ഗൈസ്. കെയർഫുൾ ഗൈസ്. നമ്മൾ നോക്കണം, ഇല്ലെങ്കിൽ നമ്മൾ മേലോട്ട് നോക്കേണ്ടി വരും. ഇതിന്റെ അകത്ത് വലിയ മാർക്കറ്റാണ് കൂട്ടുകാരാ. ഇതാ സരോജിനി മാർക്കറ്റ്. സരോജിനി മാർക്കറ്റ് ആണോ ഇതിന്റെ ഉള്ളില്? തന്റെ ഭാര്യ ചോദിച്ച ആ മാർക്കറ്റ്. അവള് പറഞ്ഞ എന്നോട് ഇതിന്റെ അകത്ത് പോയിട്ട് എന്തെങ്കിലും സാധനം മേടിക്കാം. അതിപ്പോ അതൊന്നും മേടിക്കാൻ പോകുന്ന കേട്ടോ. സംഭവം വേറൊന്നുമല്ല, അതിന്റെ അകത്ത് കയറി സാധനം മേടിച്ചോണ്ട് നമ്മളെ ആൾക്കാർ ഞെക്കി ഞെരുക്കി കയ്യിലുള്ളതും എല്ലാം പോകും. അടുത്ത സ്ഥലത്ത് എത്തി കേട്ടോ. ഇതൊരു വണ്ടികളുടെ സാധനം കിട്ടുന്ന ഒരു സ്ഥലമാണ്. വണ്ടികളെ A to Z എല്ലാ സാധനം കിട്ടും. ഇത് നമ്മുടെ നാട്ടിലേക്ക് എന്തോ പാർട്സ് പോകുന്ന കേട്ടോ. നിങ്ങൾ അപരാധം പറയല്ല, അവൻ എന്നെ വല്ല തെറിയും പറയാം. എന്നാ പറയുന്നത്? नहीं मैं बोलेगा ये पार्ट्स का शॉप में बोलेगा, ये ब्लॉक करेगा ना. मैं दूसरा कुछ नहीं. एक मिनट, मैं हिंदी में बोला. ओ ये भैया का दुकान है, ये दुकान में केरला का जाने के लिए सामान है. कौन सा सामान है? ये अल्टरनेटर है. हाँ अल्टरनेटर है. नया वाला है पुराने वाला है? ये सेकंड हैंड है, नया ये वाला पार्सल तैयार है, अभी एक बिल गया है. कौन सा कंपनी का मिलेगा इधर? सारा ओरिजिनल भी, इंपोर्टेड भी, चाइना भी, ताइवान भी, सब यूज्ड एंड न्यू बहुत पास. गाइस അതായത് इधर सब कुछ मिलेगा. नंबर है इधर. ये എന്തെങ്കിലും സാധനം വേണമെങ്കിൽ അതിപ്പോ ഹിന്ദി പറയണ്ടേ. सामान चाहिए ये नंबर में कॉल करेगा. सोनू फोन उठा नहीं है. नहीं कॉल करेगा, फोन नहीं उठाएगा ना, क्या करेगा. बट नंबर इधर ही है. आपको सामान चाहिए ना, ये आदमी का कॉल करो, व्हाट्सएप करो, सब कुछ करो. इतना बोलने के लिए 5,000 दे दो. ഗൈസ്, ഇതെന്തോ വണ്ടിയുടെ സാധനങ്ങളൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളാട്ടോ. ഞാൻ ജസ്റ്റ് തുമ്പി ഇറങ്ങിയപ്പോൾ ഞാനൊന്ന് വെറുതെ ഇറങ്ങിയതാണ്. തൊട്ട് അപ്പുറത്ത് എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ അടുത്ത് കാണിക്കൊണ്ട് പോകുന്നത് എന്ത്? ഐസ്ക്രീം എന്ന് പറഞ്ഞ ഈ മഞ്ഞത്ത് അല്ല, മഞ്ഞല്ല, ഈ കാണുന്ന മഞ്ഞല്ല കേട്ടോ. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ, നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കാൻ വിഷമമുള്ളത് ഈ ഭാഗത്തോട്ട് നോക്കിയേ. അതെ, ഈ ഫോഗ് കാണുന്ന മൊത്തം പൊല്യൂഷൻ ആട്ടോ. വാട്ട് ഈസ് ദിസ് മാൻ? നിങ്ങൾക്ക് സത്യം അറിയാമോ, BS4 മൊത്തം നിരോധിച്ചു. പിന്നെ BS4 ബാൻ ചെയ്തു. പിന്നെ ഇന്നലെ തൊട്ട് ഡീസൽ എല്ലാം ബാൻ ചെയ്തു. പിന്നെ തൽക്കാലത്തേക്ക് പിന്നെ ഒന്നുമില്ല, 18 വരെയുള്ള വണ്ടികൾ പൊല്യൂഷൻ കൂടുതലായി തൽക്കാലത്തേക്ക് മൊത്തത്തോടെ ബാൻ ചെയ്യട്ടെ. എന്നാലും നമ്മളെ പോലെ ഉള്ളവർക്ക് ചെറിയ പൈസക്ക് വണ്ടി കിട്ടുള്ളൂ. मैं हिंदी में बोल करेगा. ये BS4 है, BS6 है ना, वो टेम्पररी बान है ना, और नहीं है पुराना बान करो. मेरे को सस्ता गाड़ी मिलेगा ना. गाड़ी कौन सा चाहिए आपको? मेरे को एंडेवर चाहिए. एंडेवर दे अभी कुछ नहीं मिलेगा ना. तो मैंने बताया तो. वो ज्यादा नहीं है, महंगा रेट में मिलेगा. कौन सा वाला? 80-70. 3.2 चाहिए. 3.2 नहीं चाहिए. वो बता दिया उसने. नहीं, एक और आया है, व्हाइट कलर है मेरे पास. किधर है? ये नंबर 1 आदमी है. एक और आया है. मैंने फोन तभी तो मैं अभी बोल रहा था. हाँ, समझ जा नहीं. देख लेगा. ഈ സാധനം നമ്മുടെ ആണോ തുമ്പി? നമ്മൾ അങ്ങോട്ടേക്ക് ഒരു ഇതും കൂടെ, ഒരു ക്രാങ്ക് ഷാഫ്റ്റോടെ വരാനുണ്ട്.
നിങ്ങൾ പ്രീമിയം വണ്ടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കടകളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടാം അല്ലേ തുമ്പി? ഇതുണ്ട്. അല്ല അത്യാവശ്യം പ്രീമിയം വണ്ടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ പരിചയപ്പെടാം. പാർട്സിന്റെയാ. ഇതിന്റെ തന്നെ കാശ്മീരി ഗേറ്റ് വേറെ ഉണ്ട്. കാശ്മീരി ഗേറ്റ് എമർജൻസി ആയിട്ടുള്ളത് ഇവിടുന്ന് കിട്ടും, ബാക്കിയുള്ളത് അവിടെ നിന്ന് വരും. നമ്മളങ്ങനെ റൂമിലെത്തി കേട്ടോ. റൂമല്ല, ഹോട്ടലിന്റെ പടിവാതിക്കൽ. ഇനിയിപ്പോൾ നമ്മൾ ആ മാർക്കറ്റിലേക്ക് എന്തെങ്കിലും കഴിക്കാൻ പോവുകയാണ്. നമ്മൾ രാവിലെ കണ്ട അതേ ഉസ്ബെക്കിസ്ഥാൻ അവിടെ ഇരിപ്പുണ്ട് വെറുതെ. അവനൊന്നും ഒരു പണിയില്ല. കൂട്ടുകാരൻ എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾ പേടിക്കണ്ട. കൂട്ടുകാരൻ ഇനിയിപ്പോൾ അതിനോർത്ത് ഇനി കരയില്ല, ദുഃഖിക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോവാം. എന്തെങ്കിലുമൊക്കെ അതായത് അവർ തമ്പാക്ക് തിരുമ്മിയത് കൊണ്ടുണ്ടാക്കിയ തന്തൂരി ടിക്ക നല്ല പൂസാവും. അങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് കിട്ടും, അത് കഴിക്കണം. പിന്നെ അതേപോലെ തന്നെ മൂക്ക് ചീറ്റിട്ടുണ്ടാക്കിയ പാനിപൂരി, പിന്നെ അതേപോലെ തന്നെ സൂപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ഇതിലെ നേരെ ഫ്രണ്ടിലേക്ക് പോവാം. തിരിച്ചു വരുമ്പോൾ ഈ ഫോണൊക്കെ ഉണ്ടാവും, ദൈവത്തിനറിയാം. കാരണം തിരക്കാണെങ്കിൽ ഭയങ്കര പാടാട്ടോ. ഇപ്പം അവിടെ ഉണ്ടാവും മസാജ്, പിന്നെ റൂം, ബും എന്നൊക്കെ പറഞ്ഞ അവിടെ ആൾക്കാർ വേണ്ട ഗൈസ്, ഇവിടെ ഇതൊക്കെ പറഞ്ഞ ആൾക്കാർ നിപ്പുണ്ടാവും. നമ്മളെ യാഥാർത്ഥ്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. ഒരു നാട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ പച്ചയായ ജീവിതം നിങ്ങളോട് ഞങ്ങൾ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ കണ്ടോ തമ്പാക്ക് വെക്കുന്നുണ്ടോ? തമ്പാക്കേനാ വിമലേ? കണ്ട പുള്ളി നീ മേ അഭി കായ നെയ്യനാ ठीक है. കണ്ടോ പുള്ളി വിമല് വെക്കുക കേട്ടോ. ഗൈസ് ഞാനൊരു സാധനം കാണിച്ചു തരാം നിങ്ങളെ. നേരെ ഫ്രണ്ടിലേക്ക് പോട്ടെ. നീ കണ്ടോ അതാ വരുന്നുണ്ടോ? കണ്ടോ എല്ലാരും നമ്മൾ എടുത്തു. കണ്ടോ നെയ് ചായ പയ്യ. കണ്ട ഞാനിവിടെ അച്ഛനാന്ന് പറഞ്ഞു ഇവിടെ ഉള്ളവരെ പരിചയപ്പെടുത്തിയാക്കുന്നത്. പോട്ടെ പയ്യ. എവിടുന്നാ കഴിക്കുന്നത്? വാ, ഞാനിവിടെ പള്ളിയിലച്ഛനായിട്ട് എല്ലാവരെയും പരിചയപ്പെടുത്തിയാക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് ദിവസം ആയല്ലോ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇവന്മാരെല്ലാം കൂടെ എന്നെ ഊര് വാരി അടിക്കും. വെയിലായാലും പോവാം. ഇല്ല, പുള്ളി ഇങ്ങനെ കുനിഞ്ഞ് നോക്കിയതാ. ഗൈസ് നോക്കൂ, ഏതോ പൈസ ആയിപ്പോയതുകൊണ്ട് നമ്മളൊന്നും പറയണ്ട. പോട്ടെ. ഇത് പലതരത്തിലുള്ള പാനിപൂരി. ഇത് ശ്രദ്ധിക്കണ വണ്ടി കെയർഫുൾ. പല കളറിലുള്ള പാനിപൂരി. നമുക്ക് ആദ്യം വയറിൽ നിറയ്ക്കാടാ, എന്നിട്ട് ബാക്കി പരിപാടിക്ക് പോവാം. അതായിരിക്കും ഏറ്റവും നല്ലത്. അവിടെ വേറെ ഒരെണ്ണുണ്ട് കടയിൽ, അവിടുന്ന് ഇങ്ങോട്ട് വരാം. ഗൈസ് ഇവിടുന്ന് കഴിക്കാൻ തീരുമാനിച്ചത്. ഇവിടുന്ന് തന്നെ കഴിക്കാം, വേറെ വകുപ്പൊന്നുമില്ല. 9 ലക്ഷം രൂപ ഇവിടെ ചോദിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് എത്ര എങ്ങനെയാന്നൊക്കെ. കാല് എൻ്റെ അമ്മേ, ഉണ്ടച്ചി മോനൊക്കെ നോക്കാതെ കാല് കൊണ്ട് ടയറിനിടയിൽ പോകൂലേ. പാവം കുറ്റിക്കകത്ത് പോകാനിപ്പം. എന്തൊരു അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കണേ. ഗൈസ് ഇവിടെ സൂപ്പുണ്ട്, ഇവിടെ ഹോട്ട് ആൻഡ് ഷുഗർ സൂപ്പുണ്ട്. ഇത് വേണ്ട. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എന്തൊക്കെയോ ചിക്കൻ അതുപോലെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വലിയ കുഴപ്പമില്ല സാധനമാണ് തോന്നുന്നു. ഇവനെല്ലാം പോയി അന്വേഷിക്കുന്നുണ്ട്, എന്നാന്നൊക്കെ അന്വേഷിക്കട്ടെ, എന്നിട്ട് നമുക്ക് മേടിക്കാം കേട്ടോ. എന്നാടാ ഗൈസ് ഇവിടെ ചിക്കൻ കാല്, ഇവിടെ ചിക്കൻ്റെ വലുത്, വെളുത്തത്, ചുമന്നത്, മഞ്ഞ, വെള്ള, പിന്നെ അതുപോലെ പനീർ, ഗുണ എല്ലാം ഉണ്ട്. അപ്പോൾ അതിലൊന്നും മേടിച്ച് കഴിക്കാം കേട്ടോ. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്, അപ്പോൾ ഇവിടെ നിന്ന് തന്നെ കഴിക്കാം. നോക്കൂ, ഇതേ ഇവിടെ നമ്മുടെ സാധനം കിടന്ന് കറങ്ങുന്നുണ്ട്. ഇതാക്കി തന്നാൽ നമുക്കിത് കഴിച്ചിട്ട് ചമ്മി നാറി നീ അവിടെ നിന്ന് മരണ്ട ഞാൻ ഇവിടെ വന്നിരിക്കുവാണ്. ആയി കിട്ടണുണ്ടോ നോക്കൂ. നമ്മുടെ കിട്ടുന്ന സാധനം ഞങ്ങൾ വിശപ്പിന് ഞങ്ങൾ കഴിച്ചു പോയി. നല്ല സാധനമായിരുന്നു. ആ വിശപ്പ് അങ്ങോട്ട് വന്ന് പടപടയെന്ന് കഴിച്ചു. അടിപൊളിയാണ്. ഞാൻ ഇവന് സാൻഡ്വിച്ചൊക്കെ വരെ ഉണ്ടാക്കി, അതുകൊണ്ട് ഇതുണ്ടോ കൊള്ളാം, നല്ല സോഫ്റ്റാ. അങ്ങനത്തെ ഒരു വലിയ മകുടം പോലത്തെ ഒരു ഇതാ ഉള്ളത്. എന്ത് പവർ ബാങ്ക്. അപ്പോൾ ഒരു പവർ ബാങ്ക് മേടിക്കാൻ വേണ്ടി പോട്രോണിക്സ് ആണ് നല്ലത്. പോട്രോണിക്സ് ആണ് ബോട്ടാണോ കേട്ടോ നല്ല? പോട്രോണിക്സ് അല്ലേ? പോട്രോണിക്സ് കമ്പനിയാണ് നല്ലത്. നല്ലതാണോ? മറ്റേ लाइट वेट बोलते हैं। लाइट वेट मिलेगा ये वाला? लाइट वेट ये 20,000 में। ये नहीं है, ये लाइट वेट मिलेगा छोटा टाइप 20,000 में लाइट लिथियम ये आएगा आपका। कौन सा? वो कितना है? 30 वोट का है। 30 वाट का। ये कितना वाट का है? ये 20 ये आपका 65 वोट का है। हाँ, ये आपका 22.5 वोट का है। ये कितना पैसा है? ये 2200 का है। 2200 में चला? ഇതിന് 2200 ഇത് തോന്നുന്നു. ये ओपन करेगा 1350 450 അങ്ങനെയാണ്. ആ, ഇതിനകത്ത് അത്രയും പറയുന്നത്. അതാ അതിന്റെ വില. ആരാ പറഞ്ഞേ? മറ്റേ ഭരത്തില്ലേ, ആ, അവൻ്റെ അടുത്ത് അതിന്റെ പ്രൈസ് ലിസ്റ്റ് ഉണ്ടായിരുന്നു. പൈസ ഏതെങ്കിലും ഒരെണ്ണം മേടിക്കട്ടെ, നമുക്കിത് എന്തായാലും അത്യാവശ്യമാണ്. ഫൈനലി റൂമിൽ വന്ന് കിടന്നു.
എഡിറ്റ് ചെയ്തു. ഭയങ്കര ക്ഷീണമാണ്. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പം സമയം 12:35. അപ്പം രാപകലില്ലാതെ ഇത് പോയി നടന്ന് പിടിച്ചാലാണ് ഇതേപോലെ എഡിറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ യൂട്യൂബിൽ വെറുതെ കാശ് കിട്ടുമെന്ന് വിചാരിക്കുന്നവരോടാണ്, നിങ്ങൾ ഒരു ദിവസം ഇതേപോലെ വെറുതെ കിട്ടുമെങ്കിൽ നിങ്ങൾ നാളെ മുതൽ ഫോണും പിടിച്ച് വെറുതെ ചെയ്യുക. അപ്പം വെറുതെ കാശ് കിട്ടുമെങ്കിൽ മേടിക്കാം, അല്ലേ? അപ്പോൾ യൂട്യൂബിൽ പണിയെടുക്കാൻ കാശ് കിട്ടൂല, വെറുതെ നടക്കുന്നു. വെറുതെ നമ്മള് പോയി പണിയെടുക്കാം. പൈസ ഇല്ല വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ പൊട്ടിയാവും തീർന്നു. എവിടെന്നെങ്കിലും നമ്മൾ വണ്ടി മേടിക്കാൻ പോകണ്ട, അവന് കാശായി അഹങ്കാരമായി. ഇത് എവിടെ എന്താ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഗൈസ് കുറേ വട്ടോളികളുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പം നാളെ ഒരു കിട്ടലും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.